ഹല്ലേലൂയ. ഇന്നാളെ ഒരാൾ ഇന്നൊക്കെ വന്നിച്ച് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ പൊട്ട കാര്യങ്ങളാ, എന്താ ചെയ്യേണ്ടത്? എന്താ പറയണ്ടേ? ചിലർ രാത്രി കിടക്കുമ്പോൾ മുഴുവൻ പേടിക്കുന്ന കാര്യം കാണും, ചിലർ പകല് മുഴുവൻ പൊട്ട കാര്യങ്ങൾ കാണും. നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് കാര്യങ്ങൾ എന്തുകൊണ്ടാ കാണുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ മനസ്സിലിരിക്കുന്നതാണ് നീ കാണാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കോഴിയിറച്ചിയോട് താല്പര്യമുള്ള ഒരു വ്യക്തി നടന്നു പോകുന്ന ഒരു കോഴിയെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാല് മാത്രമേ കാണുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതേസമയം പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവനാണെങ്കിൽ അതിന്റെ അഴക് കണ്ട് ചിലപ്പം വരച്ചെന്നിരിക്കും. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായല്ലോ? നിന്റെ മനസ്സിലിരിക്കുന്നതാണ് വെളിയിലോട്ട് ചാടുന്നത്. അതുകൊണ്ട് ഉള്ളിൽ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിന്റെ ചിന്ത മാറും. നിന്റെ ചിന്ത മാറും. പിന്നെ കള്ളും കുപ്പി കണ്ടാൽ നീ ഛർദ്ദിക്കാൻ തുടങ്ങും. അത് വിഷമാണെന്ന് നിനക്ക് മനസ്സിലാകും. പാപത്തെ പാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രൂപാന്തരം ഉണ്ടാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ കൊച്ചു പിള്ളേർ ഇത് കേൾക്കുന്നതുകൊണ്ട് ഞാനൊരു അനുഗ്രഹത്തിന് വേണ്ടി പറയട്ടെ. തലയുടെ മേളിൽ കൂടെ കാക്ക പറക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു നോട്ടീസ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ തലയുടെ മേളിൽ കൂടെ പക്ഷി പറക്കരുത്. വല്ല കാര്യമുണ്ടോ? എന്താണേലും പറക്കും ഇല്ലേ? ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതിയാലും അത് പറക്കും. ചിന്ത വന്നെന്നിരിക്കാം, പക്ഷെങ്കിൽ തലയെ കൂടുവെക്കാൻ അനുവദിക്കരുത്. ഡോണ്ട് അലൗ തോട്ട്സ് ടു മേക്ക് കേജസ് ഓർ നെസ്റ്റ് ഇൻ യുവർ ബ്രെയിൻ. ടേക്ക് ഇറ്റ് ഔട്ട്. നല്ല ചിന്തകളാൽ നിന്റെ മനസ്സിനെ നിറച്ച് ചീത്ത ചിന്തകളെ പുറകിൽ കളഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നിന്റെ ഹൃദയവും മനസ്സും ശരീരവും ഒരുപോലെ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. റോമർക്കെതിരെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 23-ാം വാക്യം. പാപത്തിന്റെ ശമ്പളം, the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അവിടെ വരട്ടെ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ പാപം ചെയ്യുന്ന വ്യക്തിക്ക് ശമ്പളമായിട്ട് മാസാവസാനം കിട്ടാൻ പോകുന്നത് എന്താണ്? മരണം. അങ്ങനെയാണെങ്കിൽ ഓരോ മാസത്തെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര മരണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ സ്വോത്രം പറയുമ്പോൾ വലിയ ശക്തി ഇല്ലാത്തത്. എല്ലാവർക്കും സ്വോത്രം പറയുമ്പോൾ ശക്തി വേണം, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിപാടി വേറെയാണ്. പിന്നെ മരണം കൊണ്ടുവരിക. Wages of sin is death, so the more you sin, you are getting death as your cash. ക്രെഡിറ്റ് കാർഡിനകത്ത് മുഴുവൻ മരണം കയറിക്കൊണ്ടിരിക്കുകയാണ്, അക്കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ATM ഇടുമ്പോൾ മരണമാണ് ചാടുന്നത്, നിത്യജീവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. The wages of sin is death. അതേസമയം അതിന്റെ അങ്ങേപ്പുറം വായിച്ചോളൂ, അടുത്ത വാക്യം. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ. ഇംഗ്ലീഷിലാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. കൃപാവരം എന്നൊക്കെയാണ് മലയാളത്തിൽ. ഇംഗ്ലീഷില് ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ്. ദൈവത്തിന്റെ ദാനമാണ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. How many of you have got this gift in your hand? The gift of God. You may be a sinner. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിനക്ക് ആ ദാനം തരാൻ ആഗ്രഹിക്കുന്നു. അത് മേടിച്ചോണ്ടേ പോകാവൂ. You should be sure that your name is written in heaven. അവിടെ നിനക്കൊരു വീടുണ്ടെന്ന് നിനക്കൊരു ഉറപ്പ് വേണം. That you should have that eternal life in your hand. Be confident that you have eternal life. അത് മാത്രമല്ല, നിന്റെ കുടുംബക്കാർക്കും ദേശക്കാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഈ നിത്യജീവൻ പകർന്നു കൊടുക്കുവാനും അത് പറഞ്ഞു കൊടുക്കുവാനും ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുമാറാകട്ടെ. രക്ഷിക്കപ്പെടാതെ നിത്യജീവന്റെ പങ്കാളികളല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ രക്ഷയിലേക്ക് നടത്തുമാറാകട്ടെ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. റോമർക്കെഴുതിയ ലേഖനത്തിലാണ്. ഇംഗ്ലീഷ് നേരെ തിരിച്ചാണ്. Those who believe and confess. അപ്പം ഇംഗ്ലീഷാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കല്ല, കൺഫെസ് ആൻഡ് ബിലീവ് എന്നാണ് അല്ലേ? ആ വാക്യം വായിച്ചു കഴിഞ്ഞാൽ അറിയാം. റോമർക്കെഴുതിയ ലേഖനം I think 8-ാം അധ്യായം തോന്നുന്നു. Declare with your mouth and Jesus is Lord and believe in your heart. അപ്പൊ ഇംഗ്ലീഷിൽ ഡിക്ലെയർ ആണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്.
ബിലീവ് സെക്കൻഡാണ്. മലയാളികൾക്ക് സാധാരണ ഈ ഡിക്ലെയർ മോശമായതുകൊണ്ടാണ് അവര് രണ്ടാമതാക്കിയിരിക്കുന്നത്. മലയാളികൾ ആരും ഇന്റർവ്യൂ ചെന്നാൽ രക്ഷപ്പെടില്ല. ബിക്കോസ് ഏറ്റവും കുറവേ ഇവർ സംസാരിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെ ഇവന്റെ ഉള്ളിൽ സാധനം ഇരിപ്പുണ്ടെന്ന് അറിയുന്നത്. അതേസമയം ഒരു പഞ്ചാബിയെ കൊണ്ടുവന്ന് പെട്ടെന്ന് അവൻ നേരെയാവും. അവൻ ഇല്ലാത്തത് ഉള്ള കാര്യമൊക്കെ പറഞ്ഞ് ഫിറ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു പയ്യനുണ്ട്. അവന് ഇപ്പം 8 പ്രാവശ്യം ഡിസ്മിസൽ ഓർഡർ കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നേച്ച് ഒരു 6 മാസത്തേക്ക് നീട്ടിക്കൊടുത്തു. അവനുള്ള കഴിവ് പറഞ്ഞു കൊടുക്കാൻ അവന് തന്നെ അറിയില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ചെന്നേച്ച് പറയും, അയ്യോ അവനെ വിടരുതേ, അവൻ ഭയങ്കര നല്ല പയ്യനാണ്. അടുത്ത 3 മാസം കഴിയുമ്പോൾ അടുത്ത ഡിസ്മിസൽ ഓർഡർ. ഒന്നും മിണ്ടത്തില്ല. എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല, എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല, പണി ചെയ്യുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. ചെയ്യുന്ന കാര്യം ആരോടും പറയാതിരുന്നു കഴിഞ്ഞാൽ 10 പേർക്ക് അറിയാമോ എന്താ ചെയ്യുന്നതെന്ന്. പല വിശ്വാസികളും അങ്ങനെയാണ്. മലയാളത്തിൽ അങ്ങനെയാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുക. അത് മലയാളിക്ക് പറ്റിയ വചനമാണ്. പക്ഷെ ഇംഗ്ലീഷുകാരൻ നേരെ തിരിച്ചാ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ഡിക്ലെയർ വിത്ത് യുവർ മൗത്ത്. ആദ്യമേ തന്നെ നീ പറയണം ദൈവത്തിന്റെ പൈതലാണെന്ന്. ഇതുവരെയും പറയാത്ത ഒത്തിരി പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിൽ പറഞ്ഞിട്ടില്ല, നാട്ടിൽ പറഞ്ഞിട്ടില്ല, സീക്രട്ട് ക്രിസ്ത്യാനിയെ കൂട്ടുകാർക്കൊന്നും അറിയില്ല. സ്നാനപ്പെട്ട വിവരം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ദൈവത്തിന്റെ പൈതലാണെന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ നിനക്ക് രക്ഷ വേണോ? ഡിക്ലെയർ ഫസ്റ്റ്. ആദ്യം നീ പറയുക. ഇംഗ്ലീഷ് നമുക്ക് വായിക്കാം, അതല്ലേ നല്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇഷ്ടമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കേൾക്കാം. എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ആ yeah. Before that you have to say, declare with your mouth and confess with your mouth Jesus is Lord, and believe in your heart and God raised him dead, and then you will be saved. Declaration is very important in life. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, യേശു എന്നെ സൗഖ്യമാക്കി, എന്നെ വീണ്ടെടുത്തു എന്ന് 10 പേരോട് ഇനി 2014 തീരുന്നതിന് മുമ്പ് പറയുമെന്ന് ഇന്ന് തീരുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 28ഉം 29ഉം വാക്യം. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 28 and 29. പിന്നെയും ചോദിക്കുകയാണ്, ഇത്രയെല്ലാം പഠിപ്പിച്ചു വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തൊക്കെ പ്രവൃത്തി ചെയ്താൽ പറ്റും? വെള്ളിയാഴ്ച ഉപവസിക്കണം, ഞായറാഴ്ച കറക്റ്റ് ടൈമിൽ ആരാധനയ്ക്ക് വരണം, 10 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ കർത്താവ് പണങ്ങും കേട്ടോ. കർത്താവ് പണങ്ങുന്നതുകൊണ്ടല്ല നേരത്തെ വരുന്നത്, നിനക്ക് കർത്താവിനെ കാണാൻ സ്നേഹമുള്ളതുകൊണ്ടാണ്. നീ ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒന്നും വായിച്ചില്ലേലും യോഹന്നാൻ 6ന്റെ 28ഉം 29ഉം വായിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ ഉള്ളിരിപ്പ് ദൈവത്തിനറിയാം. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോന്ന് ദൈവത്തിനറിയാം. അപ്പനെ സ്നേഹിക്കാതെ അപ്പനെ യജമാനെ എന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉള്ളിലിരിക്കുന്ന പുള്ളിയെ വെടിവെക്കാനാ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള മനുഷ്യന് മാത്രമേ ശരിക്കും വിളിക്കാൻ പറ്റുള്ളൂ, അപ്പാന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ബിലീവ്. ജസ്റ്റ് ബിലീവ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. എന്തുകൊണ്ടാ ദൈവം എന്നി പ്രസാദിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ കണ്ണുമടച്ച് എന്റെ തമ്പുരാനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എനിക്കറിയാം ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം കേൾക്കുമെന്ന്. എനിക്കറിയാം എന്റെ കുഞ്ഞുങ്ങളെ ദൈവം നടത്തുമെന്ന്. എനിക്കറിയാം എന്റെ ഭാവി ദൈവത്തിന്റെ കൈ സുരക്ഷിതമാണ്. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 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 നിങ്ങൾക്കറിയാമോ ദൈവം നിങ്ങളെ നടത്താൻ നല്ലവനാണെന്ന്, ഒരു നാളും കൈവിടുകയില്ലെന്ന്, ജീവിത അവസാനം വരെ കൊണ്ടു നടക്കുമെന്ന്? മരുമക്കൾ വിട്ടാലും ദൈവം നിങ്ങളെ വിടില്ലെന്നറിയാമോ? മക്കൾ തല്ലിയാലും ദൈവം നിങ്ങളെ വിടില്ലെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് പേടിയാണ് വയസ്സാകുമ്പം വൃദ്ധാലയത്തിൽ പോയി കിടക്കേണ്ടി വരുമോന്ന്. ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി കണ്ണടച്ച് ദൈവത്തെ വിശ്വസിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സാൽവേഷൻ, രക്ഷ, നീതീകരണം, സാങ്ക്ടിഫിക്കേഷൻ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസം മാത്രം മതി. മെനി പീപ്പിൾ തിങ്ക് സാൽവേഷൻ ഇസ് റിലേറ്റഡ് ടു യുവർ പെർഫോമൻസ്. നീ കാണിക്കുന്ന പരിപാടിക്കനുസരിച്ചാണ്. നോ, നോട്ട് റിലേറ്റഡ് ടു യുവർ പെർഫോമൻസ് ബട്ട് ബൈ യുവർ ഫെയ്ത്ത്. അതുകൊണ്ടാണ് വെളിയിൽ അത് മെഷർ ചെയ്യാൻ പറ്റാത്തത്.
ഉള്ളിലുള്ള ആഴമുള്ള വിശ്വാസമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോ വൺ ക്യാൻ മെഷർ യുവർ ഫെയ്ത്ത്. നിന്റെ ഭർത്താവിനോ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ വിശ്വാസത്തിന്റെ അളവിനെ അളക്കാൻ സാധിക്കാത്തപ്പോൾ നിന്റെ ഉള്ളിനെ കാണുന്ന, രാത്രി കാണുന്ന ദൈവം നിന്റെ വിശ്വാസത്തെ അളക്കുന്നു. പുതിയ നിയമത്തിൽ യേശു കണ്ട് സൗഖ്യം കൊടുത്ത പല വ്യക്തികളോടും പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. അവർക്ക് എല്ലാവർക്കും സൗഖ്യം കിട്ടിയോ? വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ സൗഖ്യം കിട്ടൂ. ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു യേശു. അവരുടെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. യേശു അവരുടെ വിശ്വാസം കണ്ടു. ആരുടെ വിശ്വാസം കണ്ടു? ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടു. പക്ഷപാതക്കാരന്റെ അല്ല. പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു, ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടു. അപ്പൊ നിന്റെ മകന്റെ പരീക്ഷ മകൻ പാസ്സാകുന്നത് അവന്റെ വിശ്വാസം കൊണ്ടല്ല, നീ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഇത്രയും നടത്തിയത് എന്റെ അപ്പച്ചനും അമ്മച്ചിയും നല്ലവണ്ണം വിശ്വസിക്കുന്നവരായിരുന്നു. ഇന്നും അവരുടെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളുടെ മക്കളെ കരുതുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചു കഴിഞ്ഞാൽ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മൾ അവരെ വഴക്ക് പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കുക. ദൈവത്തിന്റെ കയ്യിലോട്ട് അങ്ങ് വിട്ടുകൊടുത്ത് ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കാം. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെയാണ് മരണം സകല മനുഷ്യനും വന്നത്. അടുത്ത വാക്യം ഉണ്ടായിരുന്നു. അതിന്റെ 20-ാമത്തേക്ക് വരുമ്പോൾ കൃപയെ കുറിച്ചാകാം. താഴോട്ട് വായിക്കുന്നതിന് കൃപയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിച്ചോളൂ. വന്നു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. യേശു ക്രിസ്തുവിൽ കൂടെ ന്യായപ്രമാണം മുഖാന്തരം പാപം പെരുകിയപ്പോൾ ദൈവ കൃപ അത്യന്തം വർദ്ധിച്ചു. ഇന്ന് രാത്രി നീ പാപിയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നിന്റെ പാപത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ സാധിക്കും. When you realize that there is a grace that is available for you free of cost, you are going to experience things which you have never experienced before. ഇതിനു മുമ്പ് നീ അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നീ അനുഭവിക്കാൻ പോകുകയാണ്. എന്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ പറയും, കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. I cannot share gospel. I cannot go around preaching. I am good for nothing. Lord, I am a sinner. Why are you asking me to do all these things? Then God will tell me, no, you are saved by my precious blood. I have cleansed you. I am putting grace in your life so that you may continue to glorify my name. പിശാചാണ് നിന്നെ പ്രാർത്ഥിക്കാൻ തടസ്സമാക്കി നിർത്തിയിരിക്കുന്നത്. പിശാചാണ് സാക്ഷ്യം പറയുമ്പോൾ നീ മിണ്ടരുത് കേട്ടോ, സാക്ഷ്യം പറയാൻ നിനക്കൊന്നും കഴിവായിട്ടില്ല, നീ അത്ര വലിയ മിടുക്കണമെന്നും ചിന്തിക്കണ്ട. സഹോദര, നിന്നെ കൊണ്ട് സാക്ഷ്യം പറയിക്കുവാൻ എന്റെ ദൈവം നല്ലവനാണ്. നിന്നെ കൊണ്ട് പ്രവചിക്കാൻ ദൈവം നല്ലവനാണ്. നിന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ എന്റെ ദൈവം നല്ലവനാണ്. നിന്നെ കൊണ്ട് പോരാ പോരാ എന്ന് പറയുന്നത് പിശാചാണ്. പാപം പെരുകുമ്പോൾ, ലംഘനം പെരുകുമ്പോൾ കൃപയാൽ നിന്നെ നിറച്ച് ദൈവദാസനാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കാൽവറി കുരിശിൽ യേശുവിന്റെ കൂടെ മരിച്ച ആ കള്ളൻ കർത്താവിനോട് രക്ഷ വേണമെന്ന് ചോദിച്ചപ്പോൾ നീ പോയി സ്നാനപ്പെട്ടേച്ച് വരാൻ പറഞ്ഞോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കോവൂര് ഉപദേശം എല്ലാം തെറ്റിക്കുകയാണ്. അല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനമേൽക്കാൻ നിനക്ക് അവസരമുണ്ടോ? അടുത്ത സെക്കൻഡ് നീ സ്നാനപ്പെടണം. പക്ഷെ കാൽവറി മരിക്കാൻ കിടക്കുന്നവന് ഇനിയും ചാൻസ് ഉണ്ടോ? അവൻ സെക്കൻഡ് കൊണ്ട് മരിക്കാൻ പോവാൻ. അവനോട് ദൈവം ഒന്നും പ്രവർത്തിക്കാൻ പറഞ്ഞില്ല. അവനോട് ദൈവം പറഞ്ഞ എന്താ? നീ എന്നോടുകൂടെ ഇന്ന് പർദീസായിലിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ദൈവമാണ്. ദൈവം നിനക്ക് പ്രവർത്തിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നാനപ്പെടാൻ അവസരം തന്നിട്ട് സ്നാനപ്പെടാതെ നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സുവിശേഷം പറയാൻ അവസരം തന്നിട്ട് മിണ്ടാൻ നടന്നാൽ ഒരു രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. പറയുന്ന വിഷയം മനസ്സിലായല്ലോ?
ദൈവം നിനക്ക് പലരോടും പല കാര്യങ്ങൾ ചെയ്യാൻ അവസരം തന്നിട്ട് sin of omission is equally important as a sin of commission. So you need to do what you need to do. But salvation is free. Justification is free. Finally, let me come to the most beautiful point of this message. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അടുത്ത സ്റ്റെപ്പാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ്. യേശു ഒരിക്കലായി മരിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു തന്നെത്താൻ യാഗമായി വിശുദ്ധീകരിക്കപ്പെട്ടു. ഹി ഈസ് സാങ്ക്ടിഫൈഡ്. നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇനിയും നമ്മളെ യാഗം കഴിപ്പിച്ചിട്ടല്ല, ഇനിയും നമ്മളെ പണി ചെയ്യിപ്പിച്ചിട്ടല്ല, ഇനിയും നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടല്ല, യേശുവിന്റെ വിശുദ്ധീകരണത്താലാണ്. ഹലോ, എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ച്. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 12. ഇനി എബ്രായർക്ക് ലേഖനത്തിൽ 2-3 വാക്യങ്ങൾ വേഗം വായിക്കണം. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, ഇറ്റേണൽ റിഡംപ്ഷൻ വിത്ത് ഹിസ് ഓൺ ബ്ലഡ്, സാങ്ക്ടിഫിക്കേഷൻ ബൈ ദ ക്രോസ്, ഇറ്റേണൽ റിഡംഷൻ വിത്ത് ഹിസ് ഓൺ ബ്ലഡ്, അവന്റെ സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള റിഡംഷൻ, വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. Through his blood Jesus has obtained for us, and Jesus has sanctified, offering his body once and for all. അവന്റെ ശരീരം നമുക്ക് വേണ്ടി ഒരിക്കലായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നമ്മെ നീതീകരിച്ച് വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 12. യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പം യേശുവിന്റെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്, വീണ്ടെടുക്കുന്നത്, നീതീകരിക്കപ്പെടുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ ഈ 3 പദ്ധതിയും ഫ്രീ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാകണം. യേശുവിന്റെ രക്തത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നത്. എന്നും പറഞ്ഞ് തോന്നിവാസം ജീവിക്കാനാണോ? അല്ല. വിശ്വാസം നിമിത്തമാണ് രക്ഷയെങ്കിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസമോ നിർജീവമാണ്. ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഇസ് ഡെഡ്. അപ്പൊ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കും, ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവൃത്തി വരും. പക്ഷെ പ്രവൃത്തിയല്ല ഇമ്പോർട്ടൻസ്. പ്രവർത്തിക്കാത്തവനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടും. അപ്പൊ നീതീകരണവും വിശുദ്ധീകരണവും എല്ലാം എന്നേക്കുമായി കാൽവറിയിൽ യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി നേടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട വെണ്മ വസ്ത്രം ധരിച്ച ഒരു കാന്തയുടെ കൂട്ടത്തെ ദൈവം അവിടെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:30. 1 Corinthians chapter 1 verse 30. സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് 2 വാക്യം 3 വാക്യങ്ങൾ ഞാൻ വായിച്ചോട്ടെ. നിങ്ങളോ, ഇതാണ് ഇമ്പോർട്ടന്റ് വിഷയം, ദ ഫൈനൽ പോയിന്റ്, വെരി ക്രൂഷ്യൽ വൺ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിൽ അല്ലെങ്കിൽ ഒരു സംഗതിയും കാര്യമില്ല. ക്രിസ്തുയേശുവിൽ ഇരിക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത്. When you forsake Christ, you are a big zero. When you speak against Christ, you are nothing. Praise the Lord. ഇപ്പൊ ഫ്ലോറിഡയിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരു സഭയുണ്ട്. അവിടെ ഒരുത്തം പറയുന്നു, പാസ്റ്റർ പറയുന്നു, പുള്ളി ആന്റി ക്രൈസ്റ്റ് ആണ്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ദൈവം. വലിയ അനേക സഭകൾ അമേരിക്കയിൽ ഉണ്ടായി കഴിഞ്ഞു. ഈയിടെ പുള്ളി ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ വിശ്വാസികളെല്ലാം 666 എന്ന് അവരുടെ ദേഹത്ത് കുത്തണം.
അപ്പൊ അവിടെ സഭയിലുള്ളവരെല്ലാം 666 കുത്തിയാ വരുന്നത്. അന്തിക്രിസ്തുകൾ ലോകം മുഴുവനും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയോട് ചോദിച്ചാൽ പുള്ളിയാണ് ക്രിസ്തു എന്ന് പറയും. ക്രിസ്തു ഒന്നേ ഉള്ളൂ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലുള്ള ഉൾപ്രാവണം, റാപ്ചർ ഇല്ല എന്നാണ് ആ സഭയെ പഠിപ്പിക്കുന്നത്. യേശു വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ നിത്യജീവനുള്ളൂ. യേശുവിന് വിശ്വസിക്കുന്നവന് മാത്രമേ നീതീകരണമുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ വിശുദ്ധീകരണമുള്ളൂ. യേശുവിൽ വിശ്വസിക്കാത്തവൻ എല്ലാം കള്ളനാണ്. അവൻ എന്തൊക്കെ പറഞ്ഞാലും അവനെ വിശുദ്ധനാക്കാൻ പറ്റുകയില്ല. വിശുദ്ധീകരണം ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. അവർ പഠിപ്പിക്കുന്ന വേറൊരു വലിയ തിന്മയും കൂടെ, പാപവുമില്ല, നരകവുമില്ല. There is no sin and there is no hell. Let me tell you, വേറെ ഒരു വലിയ സഭാ നേതാവും ഇപ്പോഴത്തെ ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത്ര വലിയൊരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. പാപവുമില്ല, നരകവുമില്ല. പാപമുണ്ട്, നരകമുണ്ട്, ശിക്ഷാവധിയുണ്ട്. പക്ഷെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനോ ശിക്ഷാവധിയില്ല, ഒരു ശിക്ഷാവധിയുമില്ല. In your faith in Jesus Christ there is no condemnation. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനോ ഇനിയും ഒരു ശിക്ഷാവധിയും ഇല്ല. You are sanctified by Christ and you are in Christ. അടുത്ത വലിയ വിഷയമാണ്. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ അല്ലല്ല, 1 Corinthians 1:30. നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. He is, because he is wisdom of God. അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ക്രിസ്തുവിലാണ്. ജ്ഞാനവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും എല്ലാം എവിടെയാണ്? ക്രിസ്തുവിലാണ്. അപ്പം നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ക്രിസ്തു എന്ന് പറയുന്നത് വചനം ജഡമായതാണ്. അപ്പം നിങ്ങൾ വചനത്തിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വചനത്തെ അനുസരിക്കുമ്പോൾ വിശുദ്ധീകരണവും നീതീകരണവും ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. വചനത്തെ അനുസരിക്കാത്തവനും വചനത്തിനെതിരായിട്ട് സംസാരിക്കുന്നവനും എല്ലാം കള്ളനായിരിക്കും. കൃപ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ ഇരിക്കണം, വചനത്തിൽ ഇരിക്കണം. കൃപയാലാണ് എല്ലാം നടക്കുന്നത്. കൃപയാണ് നിന്നെ പാപത്തിൽ നിന്ന് ജയിക്കാൻ ശക്തി തരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിനക്ക് നീതീകരണവും, സാങ്ക്ടിഫിക്കേഷൻ, വിസ്ഡം ഓഫ് ഗോഡ്, റൈച്ചസ്നെസ് ആൻഡ് റിഡംഷൻ ഇൻ ക്രൈസ്റ്റ്. വലിയൊരു വാക്യമാണത്. പൗലോസ് അപ്പോസ്തലൻ വലിയൊരു മർമ്മമാണ് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6:12 അത് വീണ്ടും കാണാൻ സാധിക്കും. 1 Corinthians chapter 6 verse 11. 11 വായിച്ചാട്ടെ. നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് യു ഹാവ് എ റോൾ. നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു പങ്കുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുക്കണം. യു ഹാവ് എ റോൾ ഇൻ യുവർ ലൈഫ്. ദൈവത്തിന് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു, അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ. ഇന്ന് രാത്രി എത്ര പേര് അതിനായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അവസാനമായി അതിന്റെ 1-14. Old Testament could not make things perfect. In Christ we are made perfect. Colossians is written, we are complete in him. Everything is made perfect through Christ. നമ്മുടെ അപൂർണതയെ മാറ്റി ദൈവം നമ്മെ പൂർണ്ണനാക്കിയിരിക്കുകയാണ്. അതിന്റെ 10-14 വായിച്ചാട്ടെ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ he has perfected forever those who are sanctified through him. ഇംഗ്ലീഷ് വായിച്ചോളൂ. Hebrews 10:14. By one sacrifice he has made perfect forever those who are being made holy. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം ഒരിക്കലായി he has made everything perfect. അതുകൊണ്ടാണ് ഒരു ദൈവത്തിന്റെ പൈതലിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നത്. ബിക്കോസ് അവന്റെ അപൂർണതയെ, അവന്റെ ബലഹീനതയെ ക്രിസ്തുവിൽ കൂടെ ബലമാക്കി പൂർണ്ണരാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പൂർണ്ണരാകാൻ താല്പര്യമുണ്ട്?
ഒരു വിശുദ്ധ കാന്തയായി തീരാൻ താല്പര്യമുണ്ട്. മണവാളന് പറ്റിയ ഒരു മണവാട്ടിയായി തീരാൻ താല്പര്യമുണ്ട്. യു ആർ ബീങ് മെയ്ഡ് പെർഫെക്റ്റ്. ഹല്ലേലൂയ. നിന്റെ ഇംപെർഫെക്ഷൻസിനെ ഇന്ന് രാത്രി സ്വർഗം മാറ്റാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് മുൻകോപം തന്നെ മാറുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അസൂയ തന്നെ മാറുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എല്ലാ തിന്മകളും തന്നെ മാറുന്നത്. ഇന്ന് രാത്രി അതിനായി ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. അല്പസമയം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി സൗജന്യമായി ദൈവം നമ്മളിൽ തന്നിട്ട് ഇന്ന് രാത്രി പൂർത്തീകരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും വന്നതുപോലെ കടന്നു പോകരുത്. ദൈവത്തിന്റെ വചനം കേട്ട ശേഷം നിത്യജീവന്റെ പങ്കാളികളായി പൂർണ്ണരായി, ക്രിസ്തുവിൽ പൂർണ്ണരായി, we are complete in Jesus Christ. He has perfected us. He has sanctified us. നമ്മുടെ ജീവിതത്തിന്റെ തിന്മകളെ ഓരോന്നോരോന്നായി മാറ്റി അവൻ പൂർണ്ണരാക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ പരീശനെ പോലെ അല്ല, ആ പാപിയെ പോലെ, നമുക്ക് ആ ചുങ്കക്കാരനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഒന്നുമായിട്ടില്ല, നീ എന്നെ പെർഫെക്റ്റ് ആക്കണമേ, എന്നെ പൂർണ്ണനാക്കണമേ, ക്രിസ്തുവിൽ എന്നെ പൂർണ്ണനാക്കണമേ, ക്രിസ്തുവിൽ വസിപ്പാൻ എന്നെ സഹായിക്കണമേ, നിന്റെ നീതി എന്റെ നീതിയാക്കി തീർക്കുമാറാകണമേ. ഇന്ന് രാത്രിയിൽ അത്ഭുതം നടക്കട്ടെ, രോഗസൗഖ്യം നടക്കട്ടെ, രൂപാന്തരം നടക്കട്ടെ. ചില പാപികൾ രക്ഷിക്കപ്പെടുന്ന രാത്രിയാക്കി ദൈവം തീർക്കുമാറാകട്ടെ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളോട് സംസാരിച്ച വലിയ വിഷയങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വലിയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, നീ സൗഖ്യം കൊടുക്കണമേ. തിന്മയിൽ പല വർഷങ്ങളായി പാപത്തിന്റെ അധീനതയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജയിച്ച് ജയാളികളായി നിത്യജീവന്റെ പങ്കാളികളായി ജീവിപ്പാൻ അവർക്ക് കൃപ കൊടുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. സ്വഭാവത്തിൽ വിഷമത്തിൽ നിൽക്കുന്നവരെ വിടുവിക്കണമേ, അവരെ പൂർണ്ണരാക്കി തീർക്കണമേ. തോൽവിയിൽ നിന്ന് വിടുവിക്കണമേ, നിരാശയിൽ നിന്ന് വിടുവിക്കണമേ, ജീവിതത്തിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് വിടുവിക്കണമേ, ദാമ്പത്തിക തകർച്ചയിൽ നിന്ന് വിടുവിക്കണമേ, കുടുംബത്തിന്റെ ഉള്ളിൽ സന്തോഷം കൊണ്ടുവരണമേ. അങ്ങേ സ്വീകരിച്ച് to remain in Christ, to experience all the blessings of being in Christ, ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ എല്ലാ നന്മയും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, ഉത്തരം തന്നിരിക്കാൻ നന്ദി. മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ വിശുദ്ധിയോടെ, ദൈവശക്തിയോടെ, ആത്മാവിന്റെ നിറവോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.